കോഴിക്കോട് തൊട്ടിൽപ്പാലം ചുരണിമലയിൽ എക്സ്കവേറ്റർ തീവച്ച് നശിപ്പിച്ച കേസിൽ പ്രതിയായ മാവോയിസ്റ്റ് പ്രവർത്തകൻ രാജ എന്ന സന്തോഷിന്റെ തെളിവെടുപ്പ് ഇന്നലെയാണ് പ്രതിയെ സെഷൻസ് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ദീപക് തർമ്മണം ചേർന്ന് കോഴിക്കോട് നിന്ന്. അല്പസമയത്തിനകം ദീപകിന് ചേരാൻ കഴിയുമെന്നാണ് നമുക്ക് വിശ്വാസം. പ്രതിയെ കസ്റ്റഡിയിൽ കിട്ടിയതോടെ പോലീസ് തെളിവെടുപ്പ് തുടങ്ങുമെന്നാണ് അറിയുന്നത്. ഇന്നലെയാണ് കോടതി പോലീസിന് ഈ അന്വേഷണത്തിന് വേണ്ടുന്ന പശ്ചാത്തലമൊരുക്കി കസ്റ്റഡിയിൽ വിട്ടത്. ദീപക് തർമ്മണം നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ദീപക്, വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കബനി ദളത്തിൻ്റെ പ്രധാന കമാൻഡോ ആണ് ഇദ്ദേഹം. നിരവധി ആക്രമണങ്ങൾ, അതായത് ഈ മാവോയിസ്റ്റ് പ്ലാൻ പ്രകാരമുള്ള രഹസ്യ ആക്രമണങ്ങളിൽ പങ്കാളിയാണ് എന്നുള്ളതാണ് പോലീസിന് മനസ്സിലായത്. ഇത് ATS ആണ് ഇത് കേസ് കൈകാര്യം ചെയ്തത്. SOGയും ATSും അന്വേഷിക്കുന്ന ആൾക്കാരിൽ ഒരാളാണ്. ഈ മാവോയിസ്റ്റ് തലവൻ രൂപേഷിൻ്റെ ഏറ്റവും അടുത്ത ആളാണ്. ഇയാളെ ഏറ്റവും ഒടുവിൽ ഈ കോഴിക്കോട് റൂറൽ പോലീസ് ലിമിറ്റിലെ തൊട്ടിൽപ്പാലത്താണ് ഇദ്ദേഹത്തിൻ്റെ അക്രമം നടന്നത്. അത് നടന്നത് 2013-ലാണ്. ആ കേസിൽ വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും നടത്താൻ വേണ്ടിയാണ് ഇയാളെ വിയ്യൂരിലെ അതിസുരക്ഷാ സെൻട്രൽ ജയിലിൽ നിന്നും കോഴിക്കോട്ടേക്ക് എത്തിച്ചത്. കോഴിക്കോട് സെഷൻസ് കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. കാരണം ഇയാൾക്ക്, ഈ പ്രതിക്ക് ഈ കബനീദളം മാത്രമല്ല, പശ്ചിമഘട്ട മേഖലയിലെ ഈ മാവോയിസ്റ്റ് പ്രവർത്തനത്തിൽ നിർണായകമായ പങ്കാളിത്തമുള്ള ഒരു കമാൻഡോ ആണ്, ഒരു മാവോ കമാൻഡോ ആണ്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഇയാളിൽ നിന്നും മറ്റാക്രമണങ്ങൾ, കേരളം, തമിഴ്നാട്, അതുപോലെ തന്നെ കർണാടകം, ഈ 3 സംസ്ഥാനങ്ങൾ അടങ്ങുന്നതാണ് അവരുടെ ഈ ഒരു പ്രധാനപ്പെട്ട സോൺ. ആ സോണിലെ അക്രമങ്ങളുടെ രഹസ്യവിവരങ്ങളെല്ലാം ലഭിക്കും. മറ്റൊന്ന്, മലപ്പുറം ജില്ലയിലെ ട്രൈ ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് നടന്ന ചില അട്ടിമറികളും ചില അട്ടിമറി നീക്കങ്ങളുമുണ്ട്. അതെല്ലാം തന്നെ SOG നേരത്തെ കണ്ടെത്തി ഡിഫ്യൂസ് ചെയ്യപ്പെട്ടതാണ്. പക്ഷേ അതിൻ്റെ എല്ലാം വിശദാംശങ്ങളിലേക്ക്, മാവോയിസ്റ്റ് ആക്രമണത്തിൻ്റെ പദ്ധതികളുടെ വിശദാംശങ്ങളിലേക്ക് ഈ പ്രതിയെ ചോദ്യം ചെയ്താൽ, രാജ എന്ന ഈ മാവോ നേതാവിനെ ചോദ്യം ചെയ്ത് തെളിവെടുപ്പ് നടത്തിയാൽ കണ്ടെത്താനാകുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇന്ന് തെളിവെടുപ്പ് നടക്കും.